യുദ്ധം വലിയ രീതിയിൽ തന്നെ കടുക്കുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്രമണം വലിയ ആക്രമണം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിന്റെ വാക്കുകൾ പച്ചക്കള്ളമാകുന്നു. നുണ പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വീണ്ടും വീണ്ടും മാറുകയാണ്. യുദ്ധം നടത്തില്ല, 5 ദിവസത്തേക്ക് യുദ്ധം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ അമേരിക്കയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രംപ് ഇപ്പോൾ അതേ വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ട് ഒരു നുണ അല്ലെങ്കിൽ നുണ പ്രചരിപ്പിച്ചു എന്ന് വേണം പറയാൻ. ആ ഒരു കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് ശേഷം വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തില് അമേരിക്കയുടെ നീക്കങ്ങൾ നടന്നിരിക്കുകയാണ്. ഇനി പശ്ചിമേഷ്യയിൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം തുടരുന്നതിനിടെ കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്ക് ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം നടന്നത്. നേരത്തെ തന്നെ ട്രംപ് ഈ 5 ദിവസത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നിർത്തിവെക്കാം എന്ന് പറഞ്ഞത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അറിയാമായിരുന്നു അത് ഈ അമേരിക്കയുടെ ഒരു നാടകമാണ്, അത് കള്ളത്തരമാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയാണ്. മാത്രമല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ യുദ്ധം നടത്തിയതിനു ശേഷം ഇനി കാണാനിരിക്കുന്നത് എന്തായിരിക്കുമെന്ന് നോക്കിക്കാണുകയാണ് ഈ പറയുന്ന വിദഗ്ധരെല്ലാവരും. കാരണം അത്രത്തോളം ഈ ഒരു യുദ്ധത്തിന്റെ ഗതി മാറിയിരിക്കുന്നു. സ്ഫോടനത്തെ തുടർന്ന് വലിയ തീപിടുത്തം ഉണ്ടായെങ്കിലും ആളപായമൊന്നും കുവൈത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. കുവൈത്ത് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അഗ്നിശമന സേനയുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് എന്നും അതോറിറ്റി വ്യക്തമാക്കി. ഇതേ സമയം തന്നെ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയെ ലക്ഷ്യമാക്കി തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളും തടഞ്ഞതായിട്ട് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. അവിടുത്തെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ഇറാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും പത്തി മടക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാവുകയാണ്. എന്തായാലും നയതന്ത്ര തലത്തിൽ അമേരിക്കയുമായിട്ട് ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും ഇറാൻ സർക്കാർ ഇത് ഔദ്യോഗികമായിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞതാണ്. അമേരിക്കയുമായിട്ട് ചർച്ച നടത്താനെന്ന വാർത്തകൾ എണ്ണ ഓഹരി വിപണികളെ സ്വാധീനിക്കാനുള്ള വ്യാജ പ്രചരണം മാത്രമാണെന്നാണ് ഇറാനിന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ കാലിബാഫ് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ലോകം മാർച്ച് 28-നായിട്ട് ഉറ്റുനോക്കുകയാണ്. കാരണം വിനാശത്തിന്റെ വിത്ത് പാകുന്ന ശനിയുടെ ദിവസത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 5 ദിവസത്തെ നിശബ്ദത അവസാനിക്കുമോ, അതോ ഈ പറയുന്നത് പോലെ തന്നെ വൻ ശക്തികളുടെ അവസാനത്തെ പിടിച്ചിടലായിരിക്കാം എന്നൊക്കെയാണ്. തന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ ഇറാനെതിരെ ഒരു മിന്നൽ ആക്രമണത്തിന് ട്രംപ് മുതിരുമ്പോൾ അത് സ്വന്തം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാകും എന്ന് പറയേണ്ടി വരും. പിന്നോട്ട് പോകാൻ ഇടമില്ലാത്തൊരു ഭരണാധികാരി ലോകത്തെ മുഴുവൻ ഒരു യുദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. യുദ്ധകളത്തിൽ ട്രംപിൽ നിന്ന് പതനം സുനിശ്ചിതത്വമാണ്. ഒരിക്കൽ പോലും പോലീസുകാരനായി ചമഞ്ഞ അമേരിക്കയ്ക്ക് ഇന്ന് സ്വന്തം മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു ചുവട് പിന്നോട്ട് വെച്ചതോടെ ട്രംപിന്റെ അജയ്യൻ എന്ന പരിവേഷം തകർന്നിരിക്കുകയാണ്. ലോക പോലീസ് ഒന്നും ഇനിയില്ല, ലോക ശക്തിയുമില്ല. കാരണം അത് നമ്മൾ കണ്ടതാണ്. ഈ 5 ദിവസം സമയം ചോദിച്ചത് തന്നെ കള്ളത്തരം കാണിക്കാനാണ്. അപ്പോൾ ലോക പോലീസിന് ലോക ശക്തിയൊന്നും ഇനി അമേരിക്കയ്ക്ക് വില പോകില്ല. ഈ പരാജയ ഭീതി തന്നെ മറയ്ക്കാനാണ് ഇപ്പോൾ ഈ മറൈനുകളെയും കപ്പലുകളെയും മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത്. എന്നാൽ വരാനിരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ കശാപ്പിനായിരിക്കുമെന്ന് ലോകം ഭയപ്പെടുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ ജനത പോലും ഈ ഒരു യുദ്ധത്തിൽ ട്രംപിനൊപ്പമില്ല. വെറും 7% പേർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ വാക്താക്കളെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പൊള്ളത്തരമാണ് പുറത്തു വരുന്നത്. സ്വന്തം ഖജനാവ് കാലിയാക്കി ജനങ്ങളെ പട്ടിണിക്കിട്ട് ഒരു ഭരണാധികാരി നടത്തുന്ന ഒരു സാഹസം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇറാൻ വെറും ഒരു രാജ്യമല്ല, മറിച്ച് തകർക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. വർഷങ്ങളോളം അമേരിക്കൻ ഉപരോധങ്ങളെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ ഇറാന്റെ കരുത്ത് ഡ്രോണുകളിലും മിസൈലുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല. അമേരിക്ക പടുത്തുയർത്തിയ സുരക്ഷാ കവചങ്ങളെ ഇറാന്റെ സാങ്കേതിക വിദ്യ തകർത്തു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ഇന്ന് ഇറാന്റെ കൃത്യതയെ
ICBM മിസൈലുകൾക്ക് മുന്നിൽ വെറും കളിമൺ കോട്ടകൾ മാത്രമാണ്. ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾക്ക് വഴി തെളിയുന്നു എന്ന ശുഭസൂചനകൾക്കിടയിലും ആശങ്ക ഉയർത്തി ഇറാനിലെ ആണവ നിലയത്തിലേക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ സുപ്രധാനമായിട്ടുള്ള ബുഷഹർ ആണവ നിലയം ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രയേലും കൂടി സംയുക്തമായിട്ട് ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇനി യുദ്ധം അവസാനിക്കുന്നില്ല, യുദ്ധത്തിന് യാതൊരു ചർച്ചകളുമില്ല. ഇനി ആ ഒരു ശുഭവാർത്തയൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കേണ്ടി വരും. കാരണം യുദ്ധത്തിന്റെ കാഠിന്യം കൂടിയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തൊട്ടുകഴിഞ്ഞാൽ തിരിച്ച് കത്തിക്കും എന്ന രീതിയിലാണ് ഇറാന്റെ നിലപാടുള്ളത്. അതുകൊണ്ട് ഇനി യുദ്ധം ഇറാൻ തീരുമാനിക്കും. ഇറാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും അതിനുപരി ഇരട്ടി പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും നേരിടേണ്ടി വരും. ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ ആണവ നിലയത്തിന് വലിയ നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലയത്തിന്റെ പരിസരത്ത് ഒരു പ്രൊജക്ടൈൽ പതിച്ചതായിട്ട് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണെന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നും IAEA വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാഴ്ച ബുഷഹർ ആണവ നിലയത്തിൽ നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. മാർച്ച് 17 സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. മേഖലയിലെ ആണവ സുരക്ഷ അപകടത്തിലാകാതിരിക്കാൻ എല്ലാ രാജ്യങ്ങളും പരമാവധി സമീപനം പാലിക്കണമെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാനാണ് അമേരിക്കയുടെ നീക്കം നടക്കുന്നത്. അമേരിക്കൻ സേനയിലെ എലൈറ്റ് വിഭാഗമായിട്ടുള്ള 82ാം എയർബേസ് ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് സൈനികരെ മേഖലയിലേക്ക് വിന്യസിക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ആണവ യുദ്ധം നിർമ്മിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപിന് ഉറപ്പ് നൽകിയെന്ന വാർത്തകൾക്കിടെയുള്ള ഈ ഒരു സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നടക്കുമ്പോഴും റഷ്യയുടെയും ചൈനയുടെയും തന്ത്രപരമായിട്ടുള്ള പിന്തുണയോടെ ഇറാൻ പൊരുതുമ്പോൾ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഈ നാറ്റോ സഖ്യകക്ഷികൾ പോലും ഈ ഒരു മരണക്കളിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ടൈഗർ സിന്താഹെ എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് യഥാർത്ഥത്തിൽ പല്ലുകൊഴിഞ്ഞ ഒരു വൃദ്ധ സിംഹത്തെ പോലെ ആണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശക്തി കൊണ്ടും ധിക്കാരം കൊണ്ടും ലോകത്തെ ഭരിക്കാമെന്ന മോഹം ഇത്തവണ പേർഷ്യൻ കടലിൽ മുങ്ങിത്താഴും എന്നതിൽ സംശയമില്ല. ഈ സൗദി അറേബ്യയും ഇസ്രയേലും കൂട്ടുപിടിച്ച് ഇറാനെ തളയ്ക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ്. ഇറാന്റെ മനോവീര്യത്തിന് മുന്നിൽ ഈ ഒരു സഖ്യശക്തികൾ പതറുകയാണ്. ഇറാന്റെ ഓരോ മിസൈലുകളും അമേരിക്കൻ അഹന്തയുടെ നെഞ്ചിലേക്കാണ് പതിക്കുന്നത്. ഇനി സോഷ്യൽ മീഡിയയിലെ ഈ പരിഹാസങ്ങൾ മുതൽ യുദ്ധഭൂമിയിലെ പ്രത്യാക്രമണങ്ങൾ വരെ അമേരിക്കയെ മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകം നേരിടുന്ന ഊർജ പ്രതിസന്ധിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും ഏക ഉത്തരവാദി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ ഒരു യുദ്ധക്കൊതി തന്നെയാണ്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വരാനിരിക്കുന്ന കറുത്ത ദിനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ട്രംപിന്റെ എടുത്തുചാട്ടം മൂലമാണ്. ഇന്ധന നിലയങ്ങൾ കത്തിയെരിയുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചമില്ലാത്ത മറ്റൊരു പ്രതീക്ഷയും അമേരിക്ക ലോകത്തിന് നൽകുന്നില്ല എന്നാണ് പറയുന്നത്. ഇറാൻ സമാധാന ചർച്ചകളെ പുച്ഛിച്ചു തള്ളുന്നത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയെ ആയുധം കൊണ്ട് കീഴടക്കാമെന്ന് കരുതുന്നത് അമേരിക്കയുടെ ചരിത്രപരമായിട്ടുള്ള വിഡ്ഢിത്തരമായിരിക്കാം. വിപണികൾ തകരുന്നു, സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇല്ലാതാകുന്നു. ഇതെല്ലാം അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ അന്ത്യകൂദാശ കൂടിയാണ്. ചുരുക്കത്തിൽ ട്രംപ് ഒരു വലിയ കുഴിൽമണലിൽ അകപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എത്രത്തോളം കൈവിട്ട് കാലിട്ടടിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അമേരിക്ക താഴേക്ക് പതിക്കും. മാർച്ച് 28 നടക്കാൻ പോകുന്ന നീക്കം ഇറാനെ തകർക്കാനല്ല, മറിച്ച് അമേരിക്കയുടെ പതനം പൂർത്തിയാക്കാനായിരിക്കും എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ലോകം ഒരു പുതിയ അധികാര ക്രമത്തിലേക്ക് മാറുകയാണ്. അവിടെ അമേരിക്കയ്ക്ക് സ്ഥാനമുണ്ടായില്ല. ഈ യുദ്ധം ട്രംപിന്റെ രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും. തന്റെ മാഗ വോട്ടർമാരെ തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന ഈ ഒരു നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ താറുമാറാക്കും. താരിഫ് യുദ്ധങ്ങൾ ഇതിനോടകം തന്നെ അമേരിക്കക്കാരെ തളർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി ഡോളറിനോ അമേരിക്കയ്ക്കോ ഇല്ല എന്ന് വേണം പറയാൻ. ലോക വിപണിയിൽ അമേരിക്കയുടെ ആധിപത്യം അവസാനിക്കുന്നതിന്റെ തുടക്കം കൂടിയാണിത്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം തുടരുന്നതിനിടെ കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം നടന്നത് വലിയൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിനെ ലക്ഷ്യമിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആക്രമണം നടന്നത്. എന്തായാലും അവിടെ വലിയൊരു ആക്രമണം നടത്തിയതിനു ശേഷം വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എന്തായാലും വലിയ തീപിടുത്തം ഉണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കുവൈത്ത് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അഗ്നിശമന സേനയുടെ സമയോചിത ഇടപെടലിലൂടെയാണ്
അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് എന്നും അതോറിറ്റി വ്യക്തമാക്കുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമാക്കി വന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും തടഞ്ഞതായിട്ട് സൗദിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് അമേരിക്ക ഇത്തരം പാടുകൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നീക്കങ്ങളൊക്കെ നടത്തുമ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ ഒരു ആക്രമണം നിൽക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏതൊക്കെ തരത്തില് അവരുടെ സ്വന്തം രാജ്യം നിലനിർത്താനും അവരുടെ ഭരണം തിരിച്ചുപിടിക്കാനും അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ വിട്ടുകൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇറാൻ ഒരു സ്വയമേ നടത്തുന്ന ഒരു ആക്രമണം കൂടിയാണിത്. അതായത് ഒരു സ്വയം പ്രതിരോധം എന്ന് പറയുന്നത് പോലെയാണ് ആ രാജ്യത്തിന്റെ തലവന്മാർ ഇപ്പോൾ ഈ ആക്രമണം തുടരെ നടത്തുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യം വലുതാണ്, അവരുടെ ഭരണം വലുതാണ്, അവരുടെ ജനത വലുതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് മറ്റൊരാൾ വന്നാലും അവരെ തീർക്കും, അതിനെതിരെ അവർ പ്രതിരോധിക്കും. ഇനി എത്ര നേതാക്കൾ മരിച്ചാലും അവരത് തുടരും എന്നുള്ള നിലപാടിൽ ഘടിപ്പിച്ച് തന്നെ പോവുകയാണ്. എന്തായാലും നയതന്ത്ര തലത്തിൽ അമേരിക്കയുമായിട്ടുള്ള ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇറാൻ സർക്കാർ ഇത് ഔദ്യോഗികമായിട്ട് തള്ളിക്കളഞ്ഞതൊക്കെ ഈ ഒരു ആക്രമണത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ പറയുന്നത് പോലെ ഈ അമേരിക്ക ഈ ഒരു കള്ളത്തരം പറയുകയാണെന്ന് ഇറാന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ യാതൊരു ചർച്ചയ്ക്കും ഇല്ല, അല്ലെങ്കിൽ ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ പൊട്ടത്തരമാണ്, കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. കാരണം ഇത്തരം കള്ളത്തരങ്ങളും നാടകങ്ങളും അമേരിക്ക നടത്തുന്നതിന് പിന്നിൽ വലിയൊരു നീക്കമുണ്ടെന്ന് ഇറാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് ഇനി ഞങ്ങൾ യുദ്ധത്തിലേക്ക് മാത്രമേ ഉള്ളൂ, ചർച്ചയിലേക്ക് ഇല്ല എന്ന് പറയുന്നത്. എന്തായാലും ഈ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ 5 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അങ്ങോട്ടൊരു ആക്രമണം നടത്തിയത് ഇനി പശ്ചിമേഷ്യ തന്നെ വലയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റും എന്നതിൽ സംശയമില്ല. കാരണം അത്ര കൃത്യതയാർന്ന ആക്രമണമായിരിക്കും ഇനി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്.